ഇന്നത്തെ എവിക്ഷനിൽ ശരണ്യ ആനന്ദ് എവിക്റ്റായി. ഇന്ന് നന്ദനയെയും ശരണ്യയെയുമാണ് ഡേഞ്ചർ സോണിലിട്ടത്. ഇതിൽ നിന്നും ഒരാൾ ഇന്ന് ബിഗ് ബോസ് വീടിനോട് വിട പറയുമെന്നും ബിഗ് ബോസ് പറഞ്ഞിരുന്നു. ഗാർഡൻ ഏരിയയിൽ വെച്ചായിരുന്നു ഇവരുടെ എവിക്ഷൻ പൂർത്തിയാക്കിയത്. ഒരു ബോർഡിൽ രണ്ടുപേരുടെയും പേരുകളുടെ സ്പെല്ലിങ്ങുകളാണ് ഒട്ടിച്ചു വെക്കേണ്ടത്. ഇത് നൽകാനായി ഒരു പോസ്റ്റ്മാൻ അവിടെ എത്തുകയും ചെയ്യും. ആരുടെ പേരിന്റെ അക്ഷരങ്ങളാണോ മുഴുവൻ തികയാത്തത് അവർ ഇന്ന് ബിഗ് ബോസ് വീടിനോട് വിട പറയും. ഇത്തരത്തിൽ ശരണ്യ ആനന്ദാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തുപോയത്. മിക്കവാറും നാളെ ശ്രീരേഖയും പുറത്താവും എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന വാർത്തകൾ. കഴിഞ്ഞയാഴ്ച ഹോട്ടൽ ടാസ്കിനിടെ റസ്മിനും ജാസ്മിനും തമ്മിലുള്ള പ്രശ്നം ലാലേട്ടൻ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. എല്ലാ മത്സരാർത്ഥികളുടെയും അഭിപ്രായങ്ങൾ അറിഞ്ഞ ശേഷം റസ്മിനെതിരെ ഒരു കടുത്ത നടപടിയാണ് സ്വീകരിക്കുന്നത്. എന്നാൽ റസ്മിനെ ഇജക്റ്റ് ചെയ്യുന്നില്ല. മിക്കവാറും സ്ട്രൈക്ക് കാർഡ് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. ഹോട്ടൽ ടാസ്കിൽ പട്ടാള ഭരണം കാഴ്ചവെച്ച പവർ ടീമിനെയും ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ വിമർശിക്കുന്നുണ്ട്. ലാലേട്ടൻ മാത്രമല്ല, സാബുവും ശ്വേതയും ഇവരുടെ ഹോട്ടൽ ടാസ്കിനെതിരെ പറയുന്നുണ്ട്. തങ്ങൾ അതൊരു 5 സ്റ്റാർ ഹോട്ടലാണെന്ന് വെച്ചാണ് പോയത്. പക്ഷേ ഞങ്ങൾ അവിടെ കണ്ടത് പഴയ ബസ് സ്റ്റാൻഡിന്റെ സൈഡിലുള്ള അമ്മിണി ലോഡ്ജാണ് എന്നാണ് സാബു പറഞ്ഞത്. ഈ ഹോട്ടൽ എങ്ങനെയെങ്കിലും പൂട്ടിക്കണം എന്ന ചിന്തയോടെയാണ് ഹോട്ടൽ ഓണർമാരായ പവർ ടീം പെരുമാറിയത് എന്നും സാബു അഭിപ്രായപ്പെട്ടു. താൻ വന്ന സമയത്ത് തന്നെ പൊട്ടിത്തെറിയാണ് താൻ കണ്ടത് എന്നും സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം അവർക്കിടയിൽ ഇല്ല എന്നും ശ്വേത അഭിപ്രായപ്പെട്ടു. ഇതുകൂടാതെ ഋഷിയെയും അൻസിബയെയും ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നുണ്ട്. ഋഷി അൻസിബയുടെ പെപ്പറ്റായാണോ നിൽക്കുന്നത് എന്നും അൻസിബ പറയുന്നതിനനുസരിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണോ ഋഷി എന്നും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ അത് ആളുകളുടെ തെറ്റിദ്ധാരണയാണ് എന്നായിരുന്നു അൻസിബ ലാലേട്ടനോട് മറുപടി പറഞ്ഞത്. അപ്പോൾ കാണുന്ന പ്രേക്ഷകർ മുഴുവനും അങ്ങനെ തെറ്റിദ്ധരിച്ചോ എന്നെല്ലാം ലാലേട്ടനും ചോദിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഋഷി ഹോട്ടൽ ടാസ്കിനിടയിൽ സംസാരിച്ച വാക്കുകളെ പറ്റിയും ലാലേട്ടൻ എടുത്തു കുടയുന്നുണ്ട്. ഋഷി മോശം വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന രീതി ഒട്ടും ശരിയല്ല എന്നും അത് നിർത്തിക്കൊള്ളാനുമെല്ലാം ലാലേട്ടൻ ഋഷിയോട് പറയുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പ്രമോയാണ് വീക്കെൻഡ് എപ്പിസോഡിൻ്റെതായി പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ ഋഷിയേക്കാൾ മോശം വാക്കുകൾ ജാസ്മിൻ ഉപയോഗിച്ച സമയത്ത് എന്തുകൊണ്ട് ലാലേട്ടൻ ചോദ്യം ചെയ്തില്ല എന്നും റസ്മിൻ സിജോയെ ഇതിനും വലിയ മോശം വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ അതും എന്തുകൊണ്ട് കണ്ടില്ല എന്ന് നടിച്ചു എന്നെല്ലാം പ്രേക്ഷകർ കമന്റുകളായി രേഖപ്പെടുത്തുന്നുണ്ട്. മോശം വാക്കുകൾ ഉപയോഗിക്കുന്നവർക്ക് നേരെ ചോദ്യം ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കുന്ന എല്ലാ മത്സരാർത്ഥികളോടും ഒരുപോലെ ചോദ്യം ചെയ്യണമെന്നും പാർഷ്യാലിറ്റി കാണിക്കരുതെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. ജിൻഡോയെല്ലാം ബാക്കി മത്സരാർത്ഥികൾ വഴക്കുണ്ടാക്കുന്ന സമയത്ത് എന്തെല്ലാം മോശം വിളിക്കുന്നുണ്ട്, അതൊന്നും വീക്കെൻഡ് എപ്പിസോഡിൽ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്നും പ്രേക്ഷകർ ചോദിക്കുന്നു.